ലൈംഗിക ആരോപണങ്ങൾ നേരിട്ടതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ നടപടിയെടുത്ത പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തു. 6 മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. MLA സ്ഥാനത്ത് രാഹുൽ തുടരും. ആരോപണങ്ങളിൽ പാർട്ടി അന്വേഷണം ഉണ്ടാകില്ലെന്നും അറിയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം നേതാക്കൾക്കിടയിൽ ശക്തമായിരുന്നു. ഒടുവിലാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി പാർട്ടിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കാൻ സാധ്യതയില്ല. അവധിയെടുക്കാൻ നിർദ്ദേശിച്ചേക്കുമെന്നും പാർട്ടി വൃത്തങ്ങളിൽ നിന്നും സൂചനയുണ്ട്. ആരോപണം പുറത്തു വന്നതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരുന്നു. ഈ രാജി സ്വമേധയല്ലെന്നും പാർട്ടി തീരുമാനമാണെന്നും കോൺഗ്രസ് സ്പോക്സ് പേഴ്സൺ ദീപ്തി വർഗീസ് പറഞ്ഞു. നിലവിലൊരു നടപടി എടുത്തിരിക്കുകയാണല്ലോ. നിലവിൽ വളരെ മാതൃകാപരമായ ഒരു നടപടി എടുത്തിട്ടുണ്ട്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളും ചെയ്യാത്ത രീതിയിലുള്ള നടപടി എടുത്തിട്ടുണ്ട്. ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ KPC ആലോചിച്ച് തീരുമാനിക്കും. ഇന്നലെ വൈകുന്നേരം അത്തരത്തിലുള്ള ആലോചനകൾ നേതൃത്വ തലത്തിൽ AICC-യിലും അതുപോലെ തന്നെ KPC നേതൃത്വവും ഒക്കെ കൂടിയാലോചിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. എന്ത് വേണം എന്നുള്ളത് കൂടിയാലോചിച്ച് തീരുമാനിക്കും. അല്ല, അത് പാർട്ടിയിൽ ആലോചിച്ച് പറയേണ്ട ഒരു കാര്യമാണല്ലോ. നമ്മൾ ഒരു രാജി ഇപ്പോൾ കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കുള്ള രാജി കഴിഞ്ഞു. ഇനി ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഈ മറ്റൊരു കാര്യമുള്ളത്, കേരളത്തിലോ രാജ്യത്തോ സംഭവിക്കാത്തതാണ് ഒരു ജനപ്രതിനിധി ഇത്തരം ഒരു ആരോപണം ഉയരുമ്പോൾ. കൺവിക്റ്റഡ് ആയാൽ രാജിവെക്കും തീർച്ചയായിട്ടും. പക്ഷേ ആരോപണം ഉയരുമ്പോൾ രാജിയെപ്പറ്റി ചിന്തിക്കുന്നത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം മാത്രമാണ്. അത് ആലോചിച്ചതാണ്. അത് എന്ത് ചെയ്യണം എന്നുള്ളത് മറ്റ് ലീഗൽ ഒപ്പീനിയനും കൂടെ എടുത്തതിന് ശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ. 6 മാസത്തിൽ അധികം തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു ജനപ്രതിനിധിയെ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതൊക്കെ ആലോചനയിൽ വരും. അതെന്താണെന്നുള്ളത് ഒരു ഫൈനൽ തീരുമാനമായിട്ടില്ല. പിന്നെ മറ്റ് നടപടികളാണോ വേണ്ടത്, ഇതൊക്കെ ഇന്ന് KPC പ്രസിഡന്റ് പത്രക്കാരെ എല്ലാവരെയും കാണുന്നുണ്ട്. കണ്ട് വളരെ കൃത്യമായി പറഞ്ഞു. ഞാൻ അവരെക്കുറിച്ച് എനിക്ക് സ്പെസിഫിക്കലി ഒന്നും പറയാനില്ല. പക്ഷേ പൊതുവെ കേരളത്തിൽ പരാതി അത്തരത്തിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പരാതി ഉണ്ടെങ്കിൽ പോകേണ്ടത് പോലീസ് സ്റ്റേഷനുകളിലേക്കാണ് ആദ്യമായി പോകേണ്ടത്. ആ നിയമത്തിന് മുൻപിലാണ് പറയേണ്ടത്. അത് എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് അവർക്ക് വിശ്വാസമില്ലാത്തത്? ഈ കേരളത്തിലുള്ള നിലവിലുള്ള ആഭ്യന്തര വകുപ്പിനെ, നിയമത്തിനെ എന്തുകൊണ്ടാണ് ഇവർക്കൊന്നും വിശ്വാസമില്ലാത്തത് എന്നുള്ള ഒരു തീർച്ചയായിട്ടും ഒരു സംശയമുണ്ടല്ലോ. അങ്ങനെ ആകാൻ പാടില്ല. യഥാർത്ഥത്തിൽ എല്ലാ പെൺകുട്ടികളും പരാതി വരുന്നത്, ഇപ്പോൾ ഇവർ മാത്രമല്ലല്ലോ, എത്രയോ പരാതികളുണ്ട്, എത്രയോ പേര് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പരാതി ഉണ്ടെങ്കിൽ പരാതി കൊടുക്കും. M. മുകേഷിനെതിരെ പരാതി കൊടുക്കാൻ അവർ ധൈര്യപ്പെട്ടു. ചാർജ് ഷീറ്റായല്ലോ. ശശീന്ദ്രനെതിരെ പരാതി വന്നു. സ്വപ്ന സുരേഷ്, കടകംപള്ളി സുരേന്ദ്രനെതിരെയും തോമസ് ഐസക്കിനെതിരെയും പരാതി പറഞ്ഞു. അവരൊക്കെ വീണ്ടും വലിയ വലിയ പോസ്റ്റുകളിലിരിക്കുക. ഗോപി കോട്ടമുറിക്കൽ കേരള ബാങ്കിൻ്റെ ചെയർമാനാണ്. PK ശശി KTDC-യുടെ ചെയർമാനാണ്. P. ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ആരെയാണ്? MLA-യുടെ, CPM-ന്റെ MLA-യുടെ മകളുടെ പരാതിയാണ് ഉണ്ടായിരുന്നത്. അതുപോലും പാർട്ടിക്കുള്ളിൽ തീവ്രത അളന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ വനിതാ നേതാക്കൾ, ശ്രീമതി ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ തീവ്രത അളന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ അങ്ങനെ അല്ല, ഞാൻ പറഞ്ഞത് MLA സ്ഥാനം രാജിവെക്കുന്ന മുറയ്ക്ക് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമെന്നതും അതൊരു പക്ഷേ പാർട്ടിക്ക് ക്ഷീണമാകുമെന്നുമുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ നടപടിയിൽ ഒതുക്കിയത്. കേവലം ഒരു സസ്പെൻഷൻ കൊണ്ട് വന്നുപെട്ട നാണക്കേട് മറികടക്കാനാവുമോ എന്നതാണ് വലിയ ചോദ്യം. സസ്പെൻഷൻ എന്നത് സാധാരണ ഒരു നടപടി മാത്രമാണ്. അതുകൊണ്ട് കോൺഗ്രസിനെ മുഖം രക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പാർട്ടിക്കകത്തു നിന്ന് പോലും രാഹുലിനെ സംരക്ഷിക്കാൻ അധികം ആളുകളുണ്ടായിട്ടില്ല. അങ്ങനെയൊരു അവസ്ഥയിൽ സസ്പെൻഷൻ നിലവിലുള്ള പ്രതിഷേധങ്ങളെയും അമർഷങ്ങളെയും തണുപ്പിക്കില്ലെന്നാണ് സൂചന. അതേസമയം തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിലെത്തി നിൽക്കെ രാജിവെപ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പ് പരീക്ഷണത്തിനൊരുങ്ങുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് താനും. രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട സ്ത്രീ നേതൃനിരയിൽ ഉൾപ്പെടെയുള്ളവർ ഈ വിശാല കാഴ്ചപ്പാടിനനുസൃതമായി പാർട്ടി തീരുമാനത്തിനെ വഴങ്ങുമെന്നാണ് വിലയിരുത്തൽ. രാഹുൽ രാജിവെച്ചാൽ BJP സംബന്ധിച്ച് പാലക്കാടിനെ അവർ വലിയ ഒരു സാധ്യതയായി കാണുന്നു. അങ്ങനെ വന്നാൽ അന്തരിച്ച വാഴൂർ സോമന്റെ ഒഴിവിലേക്ക് പീരുമേടും ഉപതെരഞ്ഞെടുപ്പ് വരും. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ 1 വർഷം തികച്ചില്ലെന്നിരിക്കെ ഇതുണ്ടാക്കുന്ന ചെലവുകൾ വലുതാണ്. അതിനപ്പുറം പാലക്കാട് BJP കച്ചകെട്ടിയിറങ്ങി ഏതു വിധേനയും വിജയിക്കാനുള്ള ശ്രമം നടത്തും. നിലവിൽ കേരളത്തിൽ UDF ഒരു തിരിച്ചുവരവിന്റെ ട്രെൻഡിലാണ്.
അത് മങ്ങിപ്പോകാൻ ഇടയാക്കിയേക്കുമെന്ന ഭയവും രാഹുലിനെ MLA-ആയി നിലനിർത്തേണ്ടതിനെ കാരണമായിട്ടുണ്ട്. ഗർഭഛിദ്രം, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് വഞ്ചന, ദുരുദ്ദേശപരമായ രീതിയിൽ പല സ്ത്രീകളോടുമുള്ള സമീപനം ഇന്ന് തുടങ്ങി ശബ്ദ സന്ദേശങ്ങളായും തുറന്നെഴുത്തുകളായും തുറന്നു പറച്ചിലുകളായും സ്ക്രീൻഷോട്ടുകളായും നിരവധി ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഉയർന്നത്. ട്രാൻസ്ജെൻഡർ യുവതി അവന്തിക നടത്തിയ ആരോപണത്തിലൊഴിച്ച് മറ്റൊന്നിനും രാഹുൽ മറുപടി പറഞ്ഞിട്ടില്ല. അതോടൊപ്പം ഉമാ തോമസിനെതിരായ സൈബർ ആക്രമണം നടത്തിയത് ഷാഫി പറമ്പിലാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. ജീവിതത്തിനും മരണത്തിനുമിടയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു സ്ത്രീയോട് നിങ്ങളൊക്കെ അന്നേ മരിക്കേണ്ടതായിരുന്നു എന്നാണ്, നിങ്ങളൊന്നും ചത്തിട്ടില്ലേ എന്നാണ് ഷാഫിയുടെ അനുയായികൾ ചോദിക്കുന്നത്. ആളുകളെല്ലാം ധരിച്ചത് ഷാഫി ഇദ്ദേഹത്തെ തള്ളിപ്പറയും എന്നാണ്. പക്ഷെ തള്ളിപ്പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഷാഫി അവിടെ ചോദിച്ചത് ഇദ്ദേഹത്തിൻ്റെ പേരിൽ കേസുണ്ടോ, FIR നിലവിലുണ്ടോ, ആരെങ്കിലും രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഷാഫി പച്ചക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാൻ വേണ്ടി വന്നു എന്നാണ്. അപ്പം നേതാവ് ഓടി നടന്ന് പെൺകുട്ടികളെ പീഡിപ്പിക്കുകയാണ്. ആ നേതാവിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിൻ്റെ സൈബർ കൂട്ടങ്ങൾ, വെട്ടുകിളികൾ കോൺഗ്രസിനകത്ത് തന്നെ ഉയരുന്ന പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി വെർബൽ റേപ്പിങ്ങിനാണ് നേതൃത്വം കൊടുക്കുന്നത്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഉമാ തോമസ് വളരെ പക്വതയോടുകൂടിയാണ് ഉയർന്നു വന്ന ആരോപണങ്ങളിൽ പ്രതികരണം നടത്തിയത്. ഒരു അമ്മ എന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്കറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനത്തിനിരയായി ഗർഭിണികളാക്കപ്പെട്ട് ഗർഭചിത്രം നടത്തേണ്ടി വന്ന പാവപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണീര്, അതിൻ്റെ വിലയറിയുന്നത് കൊണ്ടാണ് ഒരമ്മയുടെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു പ്രതികരണം ഉണ്ടായത്. എന്നാൽ എത്ര ക്രൂരമായിട്ടാണ് ആ ഉമാ തോമസിനെ ഈ ഷാഫിയുടെ മാങ്കൂട്ടത്തിൻ്റെ അനുയായികൾ കൈകാര്യം ചെയ്യുന്നത്. അവർ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവൻ തിരിച്ചു കിട്ടിയ വാർത്തകൾ നമ്മൾ കണ്ടതാണ്. ജീവിതത്തിനും മരണത്തിനും ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു സ്ത്രീയോട് നിങ്ങളൊക്കെ അന്നേ മരിക്കേണ്ടതായിരുന്നു എന്നാണ്, നിങ്ങളൊന്നും ചത്തിട്ടില്ലേ എന്നാണ് ഷാഫിയുടെ അനുയായികൾ ചോദിക്കുന്നത്. ഇത് തെറ്റാണ് എന്ന് പറയാൻ, ഇത് ശരിയല്ല എന്ന് പറയാൻ കോൺഗ്രസിനകത്ത് നിന്ന് ആരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടോ? ഇപ്പോൾ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ആശ ടീച്ചർ. ആശ ടീച്ചർ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിമിഷങ്ങൾ കൊണ്ട് പിൻവലിച്ച് ഓടേണ്ടി വന്നു അവർക്ക്. അപ്പോൾ ഷാഫിയുടെ വെട്ടുകളിക്കൂട്ടങ്ങളുടെ ശക്തി എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഇവരിപ്പോൾ ധരിക്കുന്നത് കുറച്ച് ദിവസം കൂടി ഇതൊക്കെ ഇങ്ങനെ അങ്ങ് തുടർന്ന് പോയാൽ, ഈ നിലയിൽ ഭീഷണിയൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം ആളുകൾ ഭയന്നിട്ട് പിന്മാറും എന്നാണ്. ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം, ഇത്തരം അനീതിക്കെതിരായിട്ട് നവമാധ്യമങ്ങളിൽ കൂടിയും മറ്റും നേരിട്ടും പ്രതികരിക്കുന്ന ഒരാളെയും ഭീഷണിപ്പെടുത്തി നിങ്ങൾക്ക് പിൻവലിക്കാൻ വേണ്ടി കഴിയില്ല. ഇവർക്കെല്ലാം ആവശ്യമായ ശക്തമായ പിന്തുണ DYFIയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഉമാ തോമസിനെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന വെർബൽ റേപ്പിംഗ്, ഈ വെട്ടുകളിക്കൂട്ടത്തിൻ്റെ സൈബർ ആക്രമണത്തെ DYFI ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഇതിൻ്റെ പിന്നിൽ ഷാഫി പറമ്പിൽ MP ആണ്. ഷാഫിയാണ് ഈ സംഘത്തെ മുഴുവൻ ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്.